പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മൊബൈൽ ഫോണുകൾ എടുത്തുകൊണ്ട് അതിനകത്തെ ചാനലുകൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വലിയ പാപം അഥവാ വലിയ തിന്മ ഞാൻ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് പ്രകാരമാണ്. അതിനകത്ത് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ക്രിസ്ത്യൻസ്, കന്യാസ്ത്രീകൾ, വൈദികർ എല്ലാം ഇങ്ങനെ ധാരാളം ഡാൻസ് കളിച്ച് കാണിക്കുന്നു. കന്യാസ്ത്രീകളുടെ രംഗപൂജ എന്ന് പറഞ്ഞുകൊണ്ട് ഓം എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ തുടങ്ങിക്കൊണ്ട് അത് അങ്ങനെ രീതിയിൽ ഡാൻസ് കളിച്ച് കാണിക്കുന്നു. സ്പിരിച്വൽ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിച്ച് കാണിക്കുന്നു. ഒരുപാട് ഡാൻസ്, കാണേണ്ട ഡാൻസ്, പ്രത്യേക ഡാൻസ് എന്നെല്ലാം പറഞ്ഞ ഡാൻസ് ഐറ്റംസുകൾ എല്ലാം ഇങ്ങനെ സ്റ്റേജ് പ്രകടമാകുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനകത്ത് വൈദികരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, ക്രിസ്ത്യാനി പെൺകുട്ടികളുണ്ട്, ക്രിസ്ത്യാനി യുവാക്കന്മാരുണ്ട്, എല്ലാമുണ്ട്. ധാരാളം പ്രോഗ്രാമുകൾ ഇങ്ങനെ നാടകം പോലെ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് അതുവഴി ഷൂട്ട് ചെയ്ത് അതുവഴി യൂട്യൂബിലേക്ക് പൊതുജനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ, ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ ആവശ്യമുണ്ടോ? ക്രിസ്ത്യാനി കത്തോലിക്ക വൈദികരെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? കന്യാസ്ത്രീകൾ ഡാൻസ് കളിച്ച് രംഗപൂജ കാണിച്ച് അത്തരം വേഷം കെട്ടുകൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രോത്സാഹിപ്പിക്കാനോ അല്ലെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ശരിയോ തെറ്റോ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ എന്നെ വളരെയേറെ വേദനിപ്പിച്ച ചില സംഭവങ്ങളാണ് രംഗപൂജ എന്ന് പറഞ്ഞിട്ട് കന്യാസ്ത്രീകളുടെ വലിയ ഡാൻസ് പരിപാടികൾ. അതുപോലെ തന്നെ ഒരിക്കലും ഒരു 2 ആഴ്ച മുമ്പ് കണ്ടൊരു പ്രോഗ്രാമും ഇതാണ്. കാൽവരി കുന്നിന്മേലേ എൻ പേർക്കായി രക്തം ചിന്തി എന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ ഇങ്ങനെ ഡാൻസ് ഇളകി മറിയുന്നൊരു ഭാഗം സ്റ്റേജിൽ ഞാൻ കണ്ടു. അതൊക്കെ വളരെ എന്നെ വേദനിപ്പിച്ചതാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ പിതാവായ ദൈവം എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു? പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു? ഇതൊക്കെ ശരിയാണെന്നാണോ ക്രിസ്ത്യാനികളുടെ വിശ്വാസം? ഇതൊക്കെ ശരിയാണെന്നാണോ സഭ വിശ്വസിക്കുന്നത്? ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് ജ്ഞാനമോ ബുദ്ധിയോ ബോധമോ ഉണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ സഭയ്ക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ഇതിനു മുന്നേ ഉള്ള സമയങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എറണാകുളം അങ്കമാലി രൂപതയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായ സന്ദേശം ഞാൻ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം എന്തിൻ്റെ സൂചനയാണ്? ഇതെല്ലാം എന്തിൻ്റെ പുറപ്പാടാണ്? വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് നമ്മുടെ ദേവാലയങ്ങളിൽ നിന്ന് ആഹ്ലാദവും അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്. നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ധാന്യബലിയും പാനീയബലിയും അപ്രത്യക്ഷമായിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ആഹ്ലാദത്തിമിർപ്പും ഭക്ഷണവും അപ്രത്യക്ഷമായിരിക്കുന്നുവെന്ന് ജോയൽ പ്രവാചകൻ 1-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ നടക്കുന്ന ഇത്തരം മ്ലേച്ഛകരമായ ചില ഡാൻസ് പ്രോഗ്രാമുകൾ അതൊക്കെ യുഗാന്ത്യത്തിൻ്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയാൻ ആർക്കാണ് കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നത്തെ കത്തോലിക്ക വൈദികർക്ക് കഴിയുന്നുണ്ടോ? മെത്രാന്മാർക്ക് ഇതിനെപ്പറ്റി വല്ല ബോധമുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ബോധം ഈ വിഷയത്തെക്കുറിച്ചുണ്ടോ? ഒരു ധാരാളിത്വത്തിൻ്റെ കളി. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ എഴുതിയത്, അവർ തിന്നാനും കുടിക്കാനുമായി ഇരുന്നുവെന്നും നൃത്തം ചെയ്യാനായി എഴുന്നേറ്റുവെന്നും അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കത് മനസ്സിലാക്കുന്ന കാര്യം നമ്മളത് വചനത്തിൽ പൗലോസ് ശ്ലീഹയുടെ വചനത്തിലുണ്ട്. അവർ തിന്നാനും കുടിക്കാനുമായി ഇരുന്നുവെന്നും നൃത്തം ചെയ്യാനായി എഴുന്നേറ്റുവെന്നും അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. ആ വചനം എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ആ വിരൽ ചൂണ്ടുന്നത് ധാരാളം തിന്നുവാനുണ്ട്, ധാരാളം കുടിക്കുവാനുണ്ട്, ധാരാളം ആനന്ദിക്കുവാൻ സമ്പത്തുണ്ട്, ധാരാളം സ്വാതന്ത്ര്യമുണ്ട്, ധാരാളം അശുദ്ധി നിറഞ്ഞ ഒരു ആത്മാവുണ്ട്, അശുദ്ധി നിറഞ്ഞ ഒരു മനസ്സുണ്ട് എനിക്ക്, അല്ലെങ്കിൽ വൈദികർക്ക്. അതുകൊണ്ടൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വിലയിരുത്തുമ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, സഭ ഇപ്പോൾ നടന്നു നീങ്ങുന്നത് വലിയ അപകടത്തിലേക്കാണെന്ന് വ്യക്തമാക്കാവുന്ന രീതിയിലുള്ള
അത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്ന രീതിയിലുള്ള വചന വ്യാഖ്യാനത്തിലേക്ക്, വചന സന്ദേശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അത് ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനം. എസെക്കിയേൽ 16:25. അവിടെ പറഞ്ഞ വചനം നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുരിതം നിനക്ക് ദുരിതം, നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രദീപവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു. ഓരോ വഴിക്കവലിക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗം ചെയ്തു. വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം ചെയ്തു. ഭോഗാസക്തരും നിന്റെ അയൽക്കാരുമായുള്ള ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു. വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിപ്പിച്ചു. അതാണ് ആ വചനം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്? നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓരോ വഴിക്കവലയ്ക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. ഉന്നത മണ്ഡപം എന്ന് പറഞ്ഞാൽ എന്താണത്? അതിൻ്റെ കുറച്ച് കാലം മുമ്പുണ്ടായിരുന്ന ഒരു ഉന്നത മണ്ഡപമായിരുന്നു, നമുക്കറിയാം, എല്ലാ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സിനിമാ തിയേറ്ററുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമാ തിയേറ്റർ അതൊരു ഉന്നത മണ്ഡപമാണ്. അതിൻ്റെ ആ സിനിമാ തിയേറ്ററിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഉയർന്ന തലത്തിൽ ഒരു തിരശ്ശീല ഉണ്ടാകും. അവിടെ സൗന്ദര്യമുള്ള സ്ത്രീയും സൗന്ദര്യമുള്ള പുരുഷന്മാരും ഒക്കെ ഓരോ സംഭാഷണങ്ങൾ നൽകി 2-2.5 മണിക്കൂർ എന്തെങ്കിലും പരിപാടികൾ കാണിച്ചു കൊടുത്തതിനാണ് സിനിമകൾ എന്ന് പറഞ്ഞത്. അതിൻ്റെ രണ്ടാമത്തെ തലത്തിലേക്ക് വന്നാൽ നമുക്കറിയുന്ന വിവാഹങ്ങൾ നടക്കുമ്പോൾ നമ്മൾക്കറിയാം കതിർമണ്ഡപം ഉണ്ടാക്കും. അതും നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിരിക്കുന്ന ലെവലിൽ നിന്നും കുറച്ചുകൂടെ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് ഉയരപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ മണ്ഡപങ്ങൾ ഉണ്ടാക്കി വെച്ചത്. വലിയ മനോഹരമായ ഉന്നത മണ്ഡപം. അവിടെ നിൽക്കുന്നവരാണ് വധുവും വരനുമാണ്. അവർ വളരെ സൗന്ദര്യമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. അത് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. അവിടെ ധാരാളം ഇങ്ങനെ ഓരോ പരിപാടികൾ നടക്കുകയാണ്. അവിടെയും സൗന്ദര്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിൻ്റെ മൂന്നാമത്തെ തലത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, ഇന്ന് യൂട്യൂബ് എന്ന ഉയർന്ന തലം, എല്ലാ മനുഷ്യരും കയറുള്ള ഈ യൂട്യൂബ് എന്ന ആ സാങ്കേതിക വിദ്യയുടെ ഉയർന്ന തലം, അതൊരു മണ്ഡപമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സൗന്ദര്യത്തെ, മനുഷ്യൻ്റെ കലാപ്രതിഭകളെ പ്രദർശിപ്പിച്ച് മറ്റുള്ളവർക്ക് കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേദി എന്നാണ്. അതിന് പരസ്യ ബോർഡുകൾ, സിനിമാശാലകൾ, അല്ലെങ്കിൽ നൃത്തങ്ങൾ അഭിനയിക്കുന്ന സ്റ്റേജുകൾ. ഇപ്പോൾ നമുക്കറിയാം ഇത്തരം പരിപാടികൾ സ്പിരിച്വൽ ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കാണുന്നത് എന്താണ്? ആത്മീയ ഡാൻസ് എന്നാണ് അർത്ഥം. ആത്മാവ് എങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നതെന്ന് കാണണമെങ്കിൽ പെൺകുട്ടികളും കന്യാസ്ത്രീകളും കിടന്ന് തുള്ളി മറിയുന്നത് കണ്ടാൽ മതി. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി നിന്റെ സൗന്ദര്യത്തെ നീ അവിടെ പ്രദർശിപ്പിച്ചു, നിന്റെ സൗന്ദര്യം അവിടെ നീ ഉപയോഗിച്ചു, അതെല്ലാം നിന്റെ ഭോഗാസക്തിയാണ് എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. ഇത് ഞാൻ പറഞ്ഞതാണോ ഇല്ലയോ എന്ന് വ്യക്തം. കഴിഞ്ഞ ചില ഇത്തരം രംഗങ്ങൾ കണ്ടപ്പോൾ അവിടെ ഞാൻ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് കന്യാസ്ത്രീകളുടെ നൃത്തച്ചുവട് കണ്ടപ്പോൾ ഞാൻ കമൻറ്റ് വിട്ടിട്ടുണ്ട്. കന്യാസ്ത്രീകൾക്ക് കാമം കയറുമ്പോൾ അത് കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞപ്പെട്ട ആ പഴയ ചൊല്ലുപോലെ, അതിന് പഴയ കാലത്ത് കാരണവരെ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്നത് പോലെ, അത് കർത്താവിൻ്റെ ഭാഷയിൽ ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ച ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതാണത്? എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം 25-ാം തിരുവചനം. അവിടെ കർത്താവ് നിൽക്കുന്നത്, ഓരോ വഴിക്കവലയ്ക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു. ഭോഗാസക്തനും നിന്റെ അയൽക്കാരുമായുള്ള ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു. വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം. എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം തുടക്കവചനം തുടക്കം 23 വചനം നിങ്ങൾ വായിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. ദൈവമായ കർത്താവ് വിളിക്കുന്നു, ദുരിതം നിനക്ക് ദുരിതം, നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രദീപവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു. പഴയ കാലത്ത് സിനിമാശാല ഉണ്ടാക്കി, ഇന്നത്തെ കാലത്ത് കതിർമണ്ഡപം ഉണ്ടാക്കി. അതിന് ഉയരത്തിൽ യൂട്യൂബ് പോലെയുള്ള ഈ സാങ്കേതിക വിദ്യയുടെ ഉയർന്ന വേദികൾ നിർമ്മിക്കപ്പെട്ടു. അതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? നിന്റെ സൗന്ദര്യത്തെ, നിന്റെ കലാപ്രതിഭയാണെന്ന് പറയുന്ന സൗന്ദര്യത്തെ ദുരുപയോഗിച്ച് നീ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചെന്ന് സർവശക്തനായ ദൈവം എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ സ്വന്തമായി പറഞ്ഞാലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? നിങ്ങൾക്ക് ദുരിതം വരാൻ പോകുന്നു. കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക്, ആഗോള സഭയ്ക്ക് അതിശക്തമായ ദുരിതം
വരാൻ പോകുന്നു. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനത്തിൽ സഖറിയ പറയുന്ന പുസ്തകത്തിൽ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനത്തിൻ്റെ നമ്പർ ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഞാൻ ഇട്ടിയെ അടിക്കും, ആടുകൾ ചിതറും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത വായിച്ചു കാണും. മുസ്ലിം സമുദായം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമിൻ്റെ ഭീകര സംഘടന പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ റോം ആക്രമിക്കുകയും റോമിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സൗന്ദര്യം കാണിക്കുകയും ഇതുപോലെ അഴിമതി നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ വൈദികരും കന്യാസ്ത്രീകളും ക്രിസ്ത്യാനി പെൺപിള്ളേരും ഈ ഉന്നത മണ്ഡപങ്ങളിൽ കയറി നൃത്തം ചവിട്ടുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു മുസ്ലിം പെൺകുട്ടികളുടെയെങ്കിലും ഡാൻസ്, ഒരു മുസ്ലിം പുരോഹിതരുടെയെങ്കിലും ഡാൻസ് ഇതേ വേദിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ പ്രിയ സഹോദരങ്ങളെ? ക്രിസ്ത്യാനികളോടാണ് ചോദ്യം, കത്തോലിക്ക സഭയിലെ മതപുരോഹിത മെത്രാന്മാരോടാണ് ചോദ്യം, പുരോഹിതന്മാരോടാണ് ചോദ്യം, വേറെ ആരുമല്ല, ക്രിസ്ത്യാനികളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുസ്ലിം പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത്, ഡാൻസ് കളിക്കുന്നത്? സ്പിരിച്വൽ ഡാൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൊബൈൽ ഫോണിൽ കൂടെ ഒന്ന് ഓടിച്ച് തെറ്റിച്ച് നോക്കി. സ്പിരിച്വൽ ഡാൻസ്, എന്തുമാത്രം ഡാൻസുകളാണ്! ആത്മീയ ഡാൻസ്, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയം എന്നാണ്. ആത്മീയ ഡാൻസ് എന്ന് പറയുന്നത് എന്താ നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്താണ്, എങ്ങോട്ടാണ് ലോകം പോകുന്നത്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതിൻ്റെ തുടക്കമായിട്ട് പറയാണ്, നിങ്ങൾക്ക് ദുരിതം വരാൻ പോകുന്നു. നീ ദുരുപയോഗം ചെയ്തു നിന്റെ സൗന്ദര്യത്തെ, നിന്റെ കലാകഴിവ് നീ ഉന്നത മണ്ഡപങ്ങളിൽ നീ ഉപയോഗിച്ചു. അതുകൊണ്ട് നിനക്ക് വരാൻ പോകുന്നത് കൊടും ദുരിതമാണെന്ന് കർത്താവ് പറയാണ്. അത് നമ്മൾ ചിന്തിക്കും. ചില വ്യക്തികളൊക്കെ എന്നോട് പറയാറുണ്ട്, ബ്രദറെ നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്നാണ് കൂടുതൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതൊക്കെ ദൈവം പഴയ കാലത്ത് പറഞ്ഞതാണ്, എന്നാൽ പുതിയ നിയമത്തിൽ അതില്ലല്ലോ. അല്ലെങ്കിൽ യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 16-ാം തിരുവചനം, അതിൽ കർത്താവ് എഴുതി വെച്ചൊരു വചനമുണ്ട്. 18:16 കർത്താവ് പറയുന്നു, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളെടുത്ത് വായിക്കണം. ഇത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനമാണ്. ആ വചനത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? 18:16 മൃദുല വസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രത്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം, നിനക്ക് കഷ്ടം! എന്തെന്നാൽ 1 മണിക്കൂർ കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ബാബിലോൺ സംസ്കാരത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ബാബിലോൺ സംസ്കാരം എന്ന് പറയുന്ന മ്ലേച്ഛ സംസ്കാരം, എന്തും ഏതും സ്വാതന്ത്ര്യത്തോടെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സോദോം ഗോമോറയിൽ ലൈംഗിക അരാജകത്വം ഉണ്ടായത്. കർത്താവ് ശിക്ഷിച്ചും മഹാനഗരം ആ സംസ്കാരത്തിന് പിന്തുടർച്ചയായിരുന്നു ബാബിലോൺ സംസ്കാരം എന്ന് പറയുന്നത്. മൃദുലവസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരം ധരിച്ചതും സ്വർണ്ണവും രത്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടത് മഹാനഗരമേ, കഷ്ടം! എന്തെന്നാൽ 1 മണിക്കൂർ കൊണ്ട് നിന്റെ ക്രോധമത്രയും ശൂന്യമാക്കപ്പെട്ടു. അത് ഇനി വരാൻ സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഇനി ആണവ യുദ്ധത്തിലേക്ക് ലോകം പ്രവേശിക്കുകയാണ്. ആണവ യുദ്ധത്തിന് വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മഹാനഗരങ്ങൾ, റോം എന്ന നഗരവും കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനങ്ങളും കേരള സഭകളും ഭാരത സഭകളും റോമ നഗരവും വത്തിക്കാനും റോമുമെല്ലാം നശിപ്പിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരം അവിടെ പ്രവർത്തിക്കാൻ സമയമായി കഴിഞ്ഞു മുന്നറിയിപ്പാണ് കർത്താവ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം, വെളിപാട് 18:5 പ്രിയപ്പെട്ടവരെ എടുത്ത് വായിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഗ്രഹിക്കണം. ഇത് അച്ഛന്മാർ പഠിപ്പിക്കില്ല പ്രിയപ്പെട്ടവരെ, കൂത്ത് കളിച്ച് കാണിക്കും, പക്ഷേ പഠിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം ദൈവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് കേരള സഭയിൽ എത്ര വൈദ്യർ പഠിപ്പിക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യേശുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം ആയി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ പശ്ചാത്തലത്തിൽ എത്ര വൈദികർ, എത്ര മെത്രാന്മാർ വെളിപാട് ഗ്രന്ഥം വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം സത്യമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്? പഠിച്ചിരുന്നോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഗ്രഹിച്ചിരുന്നോ പ്രിയപ്പെട്ടവരെ? മഹാകഷ്ടമെന്ന് കർത്താവ്, കഷ്ടം! 1 മണിക്കൂർ കൊണ്ട് നിന്റെ ധനം അത്രയും ശൂന്യമാക്കപ്പെട്ടു എന്ന് കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതിയ വചനം അല്പം മുമ്പ് പറഞ്ഞു. അത് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കിയാൽ, വെളിപാട് 18-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം, അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും, അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് പഴയ കാലത്ത് ഇങ്ങനെ ഞെക്കി നോക്കുമായിരുന്നു. ഓരോന്ന് സ്റ്റെപ്പായിട്ട് സിനിമകൾ, സീരിയലുകൾ, നമുക്ക് ആവശ്യമുള്ളത്, രാഷ്ട്രീയ വാർത്തകൾ, പൊതു വാർത്തകൾ, ഇന്ന് അതെല്ലാം ഇങ്ങനെ തട്ടി നോക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്
യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം, അത് ടെലിവിഷൻ ആണെങ്കിലും ഞെക്കിയാൽ റിമോട്ട് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്നോരോന്ന് ചാടി ചാടി വരും. അവരുടെ പാപങ്ങളാണ് ഇതിനകത്ത് കൂട്ടിവെച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ക്രിസ്ത്യാനിയോട് സംസാരിക്കുമ്പോൾ ഇത് പാപങ്ങളാണ്. എന്നാൽ അത് ഹൈന്ദവ സമുദായത്തിലോ മറ്റക്രൈസ്തവരിലോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലോ അവർക്കത് പാപമല്ലായിരിക്കാം, അവർക്കത് പ്രശ്നമല്ല. അവർ സിനിമകളും സീരിയലും മറ്റെല്ലാം കണ്ടുകൊള്ളട്ടെ. അത് ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് അത് പാപമാണ്, തിന്മയാണെന്ന് കർത്താവ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനത്തിലൂടെ കടന്നു പോകണം നമ്മൾ. അതുകൊണ്ട് കർത്താവ് എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുകയാണ്, നീ ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ചു. വൈദികരും കന്യാസികളും ക്രിസ്ത്യാനി യുവാക്കന്മാരും യുവതികളും കയറി സ്പിരിച്വൽ ഡാൻസ് അല്ലെങ്കിൽ കാൽവരി കുന്നിന്മേലെ പറഞ്ഞ് ഇളകി മറിഞ്ഞ് കാണിക്കുന്ന ഈ ഡാൻസുകളൊക്കെ വ്യഭിചാരത്തിൻ്റെ ഒരു തലമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളു. അതുകൊണ്ട് അകത്ത് പറഞ്ഞ് നീ നിൻ്റെ സൗന്ദര്യത്തെ നീ അവിടെ ദുരുപയോഗിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല കർത്താവ്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കി ഗ്രഹിക്കണം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഇത്തരം ഇത് കാണുന്ന വൈദികർ കന്യാസികൾ എവിടെയാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വിളിച്ചു വരണം. ഇതുകൊണ്ട് ഈ ബ്രദറുടെ ക്ലാസ് കേൾക്ക്. അല്ലെങ്കിൽ ഈ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് കയറി തുള്ളാനുള്ള സ്ഥലമല്ല. പൊതുവേദികൾ ക്രിസ്ത്യാനി വൈദികർക്കും ക്രിസ്ത്യാനി കന്യാസ്ത്രീകൾക്കുമുള്ള ശരീര സൗന്ദര്യം കാണിക്കാനുള്ള സ്ഥലമല്ല. പെൺകുട്ടികളെ അങ്ങോട്ട് കയറ്റിവിടരുത്. ക്രിസ്ത്യാനി പെൺകുട്ടികളെ ഇത്തരം പരിപാടികൾക്ക്, ഡാൻസ്, കലാപരിപാടി എന്ന് പറഞ്ഞ് ഇനി മേലിൽ കത്തോലിക്ക സഭയിൽ ഒരു വൈദികരും മെത്രാന്മാരും സഭയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടിക്ക് കയറ്റി വിടരുത്, നിർത്തിക്കോണം. അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടം അടുത്തെത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ നേരിൽ വീട്ടിൽ കയറി വന്ന് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയി അവരെ ഉപയോഗിക്കുന്ന കാലം വരാൻ പോവുകയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? കത്തോലിക്ക സഭ എന്താ മനസ്സിലാക്കി വെച്ചേക്കുന്നത്? എന്ത് നിങ്ങൾക്കറിയാം? അതാ എൻ്റെ ചോദ്യം. സഭയിലെ വൈദികർ ഇന്നത്തെ മെത്രാന്മാർക്കും ഇന്നത്തെ വൈദികർക്കും എന്തറിയാം? അവർക്ക് എന്ത് കുന്തോന്നറിയാം? ഇല്ല, ഞാൻ പഠിപ്പിച്ചു തരാം, ഞാൻ പറഞ്ഞു തരാം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കത്തോലിക്ക സഭയിലെ വൈദികർക്ക് മുഴുവൻ ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും അങ്ങനെയുള്ള വൈദികരെ കന്യാസ്ത്രീയുടെ ഡാൻസ് പ്രോഗ്രാമാണ് ഷെയർ ചെയ്തുകൊണ്ട് അവർ കമൻ്റ് ഇട്ട് വിളിച്ചു വരണം. അത് ഏത് അച്ഛനെ, ഏത് വൈദികരെ, ഏത് ഭാഗത്തുനിന്നാണ് അത് ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അവരുടെ ഫോണിൽ കൂടെ സംസാരിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടണം. എനിക്കെൻ്റെ നമ്പർ കാര്യത്തിലാത്തോണ്ട് സംസാരിക്കത്തില്ല, ഞാൻ വിളിച്ചു പറയും. കാരണം എനിക്ക് കർത്താവ് ഈ വെളിപാടിൻ്റെ പുസ്തകം മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 35,397 വചനത്തിൻ്റെ ഫുൾ വ്യാഖ്യാനാർത്ഥവും സാഹചര്യവും പശ്ചാത്തലവും എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് യുഗാന്ത്യം 2033 2034 ഫെബ്രുവരി 15 ഈ കാണുന്ന ആകാശവും ഭൂമിയും ഈ ചന്ദ്രനും ഒറ്റ സെക്കൻഡിൽ കത്തി ചാമ്പലായിക്കൊണ്ട് സ്വർഗവും പാതാളവും മാത്രം അവശേഷിക്കുന്ന രണ്ട് വസ്തുക്കൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു വലിയ വിസ്ഫോടനം ഭൂമിയിൽ സംഭവിക്കുമെന്നും അത് സ്വർഗവും പാതാളവും വിട്ട് വേർതിരിക്കപ്പെടുമെന്നും ഈ ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളും കത്തിച്ചാമ്പലാകുമെന്നും ലോകത്തിലെ മുഴുവൻ അണുവായുധം കൂടെ ഒറ്റ ദിവസം പൊട്ടിത്തെറിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു, എൻ്റെ ക്ലാസ്സിൽ കിടപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തു. അതുകൊണ്ട് ഇത്തരം കോപ്രാഞ്ചങ്ങൾ കാണിക്കുന്ന കത്തോലിക്ക സഭയിലെ വൈദികരെ, കന്യാസ്ത്രീകളെ ഓർത്തോ, നിങ്ങളുടെ അന്ത്യവും അവസാനവുമാണിത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ചിന്തിക്കണം. ഇത് കർത്താവ് പറഞ്ഞ വചനം എന്താണത്? ദൈവ കർത്താവ് വിളിച്ചു, ദുരിതം നിനക്ക് ദുരിതം. എസ്കേൽ 16:23 വചനം എടുത്ത് വായിക്കേ. ഇത് ഞാൻ പറയുന്നതാണോ? ഞാൻ കടുപ്പത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ എന്താ പറഞ്ഞു കൂട്ടുന്ന രീതിയും. ഇത് കർത്താവ് നിനക്ക് ദുരിതം കർത്താവ് അറിയിച്ചിരുന്നു. ദുരിതം നിനക്ക് ദുരിതം, നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രവദീപവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു. ഓരോ വഴിക്കവലിക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപപ്പെടുത്തി. വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം ചെയ്തു. ഭോഗാസക്തിരും നിന്റെ അയൽക്കാരുമായ ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു. വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിച്ചു. കർത്താവ് പറയുകയാണ്. എസ്കേൽ പ്രവചനം വായിക്ക്. ഇത് കണ്ടിട്ടൊന്നും ബോധത്തോടെ സംസാരിക്കാൻ പറ്റിയ ഒരു വൈദികനും അത്ര ഇന്ന് കേരള സഭയിലില്ല. അതുകൊണ്ട് ചിലരെ കർത്താവ് എടുത്ത് ഇതുപോലെ ഉപയോഗിക്കും. എന്നെപ്പോലെ എൻ്റെ കർത്താവിൻ്റെ വചനം ഞാൻ പച്ചയായിട്ട് പറയും. എൻ്റെ തല വെട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, മരണത്തെ മുന്നേ കണ്ടാലും മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയാലും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശക്തിയും ബുദ്ധിയും ബോധ്യവും ജ്ഞാനമുള്ള ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ ചോദിക്കേ, വൈദികരെ കന്യാസികളെ ഈ കാണിച്ചു കൊടുത്ത കോപ്രാഞ്ചങ്ങളെക്കുറിച്ച് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒറ്റ മണിക്കൂർ കൊണ്ട് മഹാനഗരമേ, വെളിപാട് 18:5 ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ മണിക്കൂർ കൊണ്ട് നിന്റെ ധനമത്രയും നശിപ്പിക്കപ്പെട്ടു. അത് വെളിപാട്, അത് ആണവയുദ്ധം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ചും RC റോമൻ കാത്തലിക് സഭകളിലെ
എല്ലാ ഇടവുകളും പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഡാൻസുകൾ നടത്തുന്നു, കലാപരിപാടികൾ നടത്തുന്നു. ഇതൊക്കെ അവസാനിപ്പിച്ചു. പള്ളിപ്പെരുന്നാളുകൾ അവസാനിപ്പിച്ചോ, നിങ്ങളുടെ ചെണ്ടമേളകൾ അവസാനിപ്പിച്ചോ, നിങ്ങളുടെ ഡൊമേനകൾ അവസാനിപ്പിച്ചോ, കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം അടിയുറച്ചോ. ഇല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങൾ, കേരള സഭയിലെ ദേവാലയങ്ങൾ ഇടിച്ചു പൊളിക്കുന്ന സമയം അടുത്തെത്തി. നിങ്ങൾ കിടന്നുറങ്ങുന്ന മെത്രാന്മാരും വൈദികരും കിടന്നുറങ്ങുന്ന പള്ളിമുറികളും പള്ളിമേടകളും ഇടിച്ചു പൊളിക്കുന്ന സമയം അടുത്തെത്തി കഴിഞ്ഞു. ബുൾഡോസറിൽ കയറി ഉരുട്ടിക്കളയും, കാത്തിച്ച് പള്ളക്കളയും. നമ്മുടെ ദേവാലയങ്ങൾ ഇടിച്ചു പൊളിക്കുന്ന സമയം ആസന്നമായി. 2027 അത് ആരംഭിച്ച് 29 എതിർക്രിസ്തുവിൻ്റെ ഭരണം ഏറ്റെടുത്ത് എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ഇതെല്ലാം ലോകത്ത് സംഭവിക്കും. ഇപ്പോൾ നമ്മൾ അഹങ്കരിക്കുകയാണ്. അവർ തിന്നാനും കുടിക്കാനുമായിരുന്നുവെന്നും നൃത്തം ചെയ്യാനായി എഴുന്നേറ്റുവെന്നും അവരെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് കണ്ണുകൊണ്ട് കാണുവാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ സഭയ്ക്ക് മുമ്പിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുവാണ്. ഇന്നത്തെ വിവാഹങ്ങൾ ഏത് രീതിയിലുള്ള വിവാഹങ്ങളാണ്? മുലക്കച്ച പോലെ എന്തൊക്കെയോ കെട്ടിക്കൊണ്ട് വന്നിട്ട് വേഷം കെട്ടിക്കൊണ്ട് വരുന്ന വിവാഹങ്ങൾ, വ്യഭിചാര ദുർഭൂതം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മാറിൽ നിന്ന് പരസംഗം എടുത്തു മാറ്റാൻ അവളോട് വാദിക്കുക. ജോയൽ പ്രവാചകന്റെ പുസ്തകം അല്ലെ എസെക്കിയേൽ പ്രവചനം കർത്താവ് പറയുന്നുണ്ട്, മാറിൽ നിന്ന് പരസംഗം എടുത്തു മാറ്റാൻ അവളോട് വാദിക്കുക. ആ വചനം നിങ്ങൾ ഹോസിയ പ്രവചന പുസ്തകം എടുത്ത് വായിക്കണം. മാറിടം ഉപയോഗിച്ച് വ്യഭിചാരം ചെയ്യുന്ന ഇത്തരം കല്യാണങ്ങൾ, സിനിമകളെക്കാൾ വെല്ലുന്ന, ചീത്ത പടങ്ങളെക്കാൾ വെല്ലുന്ന ഇത്തരം പ്രദർശനം നടത്തുന്ന ഇത്തരം അശുദ്ധ കല്യാണങ്ങൾ നടക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2-3 വിവാഹ പരിപാടികൾ സംബന്ധിക്കേണ്ടി വന്നു. ഞാൻ ദൂരെ മാറി എന്നെല്ലാം കാണുകയായിരുന്നു. സ്ത്രീ ശരീരത്തിൻ്റെ മാറിടമെല്ലാം നന്നായിട്ട് കാണുന്ന പോലെ ഒരൊറ്റ വൈദ്യനും വേണ്ടിയിട്ടില്ല. വൈദികൻ മിണ്ടുകയില്ല, മെത്രാന്മാർ അതിനെതിരെ സർക്കുലർ ഇറക്കുകയില്ല. അവരത് കാണാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അശുദ്ധമാണ്. കർത്താവ് പറയുന്നത്, ഒറ്റ മണിക്കൂർ കൊണ്ട് നിന്റെ ശിരസിൽ ഞാൻ അഗ്നിയെ വർഷിക്കും. കർത്താവ് പറയണം. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനം, നിനക്ക് ദുരിതം അന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞെങ്കിൽ ഇന്ന് കത്തോലിക്ക സഭയോടാണ് പറയുന്നത്. അതുകൊണ്ടാണ് വേദനയോടെ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഞാനൊരു 2 ആഴ്ച കാലം വളരെ ശക്തമായിട്ട് സഭയിൽ നടക്കുന്ന മാറ്റങ്ങൾ, കുർബാനയിൽ നടക്കുന്ന മാറ്റങ്ങൾ, ജനത്തിൽ സംഭവിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ കുറവ്, വിശ്വാസക്കുറവ്, വിശ്വാസത്യാഗം, വിശുദ്ധിയിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ, വിശുദ്ധി എന്താണെന്ന് പോലും അറിയത്തില്ല, വിശുദ്ധി എന്ന ആവശ്യം അവർക്കില്ല. ഈ മരണത്തെ പോലും അവർക്ക് ഭയമില്ലാത്ത വിധം, അവർ വിചാരിക്കുന്ന മരണം എന്നൊരു സംഭവം ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ മരിക്കുമ്പോൾ ഞാനാ തീരുമാനിക്കുന്നത് എങ്ങോട്ട് പോകണമെന്ന് എന്നുള്ള അധികാര മോഹത്തോടെ സംസാരിക്കുന്ന പോലെ, കാണുന്ന പോലെയാണ് ഇന്നത്തെ കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും മുന്നോട്ട് പോകുന്നത്. ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് പറയും ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ചു. ഉന്നത മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്യങ്ങൾ, പരസ്യ ബോർഡുകൾ. നമുക്കറിയാം ക്രിസ്ത്യാനികളായിട്ടുള്ള നടീനടന്മാർ അവർ മറ്റുള്ള പരിപാടികൾ, മറ്റേ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം, നമ്മൾ കാണാറുണ്ട്. യൂട്യൂബിനകത്ത് നോക്കിയാൽ എത്രയോ ക്രിസ്ത്യാനി സ്ത്രീകളാണ് തൻ്റെ ശരീര പ്രദർശനം, സൗന്ദര്യം ദുരുപയോഗം ചെയ്തതെന്ന് കർത്താവ് പറയുകയാണ്. ഇവിടെ ഉന്നത മണ്ഡപം ഉണ്ടാക്കി അവിടെ നിന്നൊരു സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. എസെക്കിയേൽ പ്രവചനം 16-25 തിരുവചനം കർത്താവ് പച്ചയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഞാൻ സംസാരിക്കും. ഇതെന്തിൻ്റെ പുറപ്പാടാണെന്ന് അറിയാമോ? നാശത്തിൻ്റെ പുറപ്പാടാണ്. പലസ്തീനിലെ ജനങ്ങൾ ഒരു കഷ്ണം റൊട്ടി കഷ്ണത്തിന് വേണ്ടി നടു റോഡിൻ്റെ വക്കത്ത് കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൈവിളിക്കുന്നു, കരങ്ങൾ നീട്ടുന്നു. ഒരു കഷ്ണം റൊട്ടി കഷ്ണം തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന പോലെ, ഒരു പിടി ആഹാരത്തിന് വേണ്ടി, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു വരണ്ട് ജീവൻ ഇപ്പോൾ നഷ്ടപ്പെടും ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് പോലെ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ആണവ യുദ്ധത്തിൻ്റെ ആരംഭം മുതൽ 2027 മുതൽ ഭക്ഷണം നിന്റെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകുന്നു. ജോയൽ 1:16 കഥാനിക്കാണ്. ഭക്ഷണം നിന്റെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകും. മഹാനഗരമേ കഷ്ടം കഷ്ടം, ഒറ്റ മണിക്കൂർ കൊണ്ട് നിന്റെ സകല പ്രതാപവും നശിക്കപ്പെട്ടു എന്നുപോലെ. റോമാ നഗരമേ, വത്തിക്കാനെ ഓർത്തോ നീ. മെത്രാന്മാരും കർദിനാൾമാരും ബിഷപ്പുമാരും വൈദികരും കന്യാസികളും പ്രിയപ്പെട്ട മാർപ്പാപ്പയും ഓർത്തോ. വരാൻ പോകുന്നത് എന്താണെന്ന് നല്ലവണ്ണം ഓർത്തു. വചനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സഭയുടെ ഏത് പഠനം വന്നാലും ദൈവവചനത്തിൽ മാറ്റി ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ വ്യതിചലിച്ചുകൊണ്ട് സഭ സർക്കുലർ ഇറക്കിയാലും സഭ എന്ത് പരിപാടി നടത്തിയാലും പ്രിയപ്പെട്ടവരെ അത് തെറ്റാണ്. വചനവിരുദ്ധമായിട്ട് മാർപ്പാപ്പയ്ക്കോ വൈദികർക്കോ മെത്രാനോ ഒന്നും ചെയ്യാൻ ഒരധികാരവും ഒരു ദൈവവും കൊടുത്തിട്ടില്ല. അവരുടെ സ്വന്തം താല്പര്യപ്രകാരം അവർ തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ തിരിച്ചടികൾ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. മഹാനഗരമേ, നീ ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിക്കപ്പെട്ടെങ്കിൽ കത്തോലിക്ക സഭയെ നീ ഒറ്റ മണിക്കൂർ കൊണ്ട് തകർക്കപ്പെടും. അതുകൊണ്ടാണ് സെക്രട്ടറി പൗലോസ് പറഞ്ഞത്, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറും. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ വചനങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതിന് രണ്ടാമത്തെ തരം വിശുദ്ധി. വിശ്വാസം, വിശുദ്ധി,
പിന്നെ രൂപാന്തരീകരണം, അതിൻ്റെ പരിശുദ്ധാത്മ ഫലം. അങ്ങനെ തേങ്ങ, കൊപ്ര, എണ്ണ എന്ന് പറയുന്നത് പോലെ 2, 3, 4 ഘട്ടം പിന്നിട്ട് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നില്ലാതെ ഒരു വൈദികരും ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് അറിയാൻ സഭ കാണിച്ചു കൂട്ടുന്ന പെക്കൂത്തുകൾ വളരെ ഭയാനകമാണ്. അച്ഛന്മാർക്ക് തുള്ളാനും കന്യാസ്ത്രീകൾക്ക് ഡാൻസ് കളിക്കാനുമുള്ള സ്ഥലമായിട്ട് ഉന്നത മണ്ഡപങ്ങളെ ഉപയോഗിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് വിശുദ്ധ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്. നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗിച്ചു, വഴിപോക്കുള്ള നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം ചെയ്തു, ഭോഗാസത്തിലും നിന്റെ അയൽക്കാരമായ ഈജിപ്തുകാരെ നീ വ്യഭിചരിച്ചു. സൗന്ദര്യത്തെ മറ്റുള്ളവർക്ക് കാണാനുള്ള അവസരമാക്കി കൊടുത്തു. അതായത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു എന്താ പറഞ്ഞേ, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ കാണാനുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തെ, അവരുടെ അവയവങ്ങളെ ഇഷ്ടംപോലെ കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് സഭ അതിന് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്കും എൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന യേശുക്രിസ്തുവിൻ്റെ വചനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഭയിലെ കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക്, വൈദികർക്ക് സ്വർഗത്തിൻ്റെ പടി ചവിട്ടാൻ പറ്റില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. വെല്ലുവിളിച്ച് ഞാൻ പറയാം. കേരള സഭയിലെ വൈദികർക്ക്, മെത്രാന്മാർ, കർദിനാൾമാർ, കേരളത്തിലെ ഏകദേശം കാര്യങ്ങൾ പുറത്തുള്ള നമുക്ക് അറിയത്തില്ല. ക്രിസ്ത്യാനികൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് തെളിയിച്ചാൽ വെല്ലുവിളിച്ച് നിങ്ങൾ സംസാരിക്കുക. നിയമലംഘനം, ദൈവവചനത്തിന് നിയമലംഘനം നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങൾ അങ്ങനെ കിടക്കട്ടെ. ഈ ഓരോ ഇടവകയിലെ പ്രശ്നങ്ങൾ, വലിയ ദേവാലയങ്ങളുടെ പണികൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 50 പൈസ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. 50 പൈസ അവസാന ചില്ലിക്കാശും കൊടുത്തു വിടുന്നവരെ സത്യമായി നീ അവിടുന്ന് പുറത്ത് വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ലൂക്കായുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നത്തെ പള്ളിപ്പണിയുടെയും ഇന്നത്തെ സമ്പത്തിൻ്റെയും പുറകെ പോയിട്ടുള്ള ഈ ധനവ്യാപാര കച്ചവടങ്ങൾ, ഈ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങളുടെ വിഹിതം സുഖഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ഇത് നീതിയല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നമുക്കറിയാം ദേവാലയത്തിൽ വിഗ്രഹാരാധന വന്നപ്പോൾ ആട്, പ്രാവ്, കാള, നാണയമാറ്റം ഇതെല്ലാം നടത്തി നമുക്കറിയാം. അവിടെയെല്ലാം കർത്താവ് എന്താ പറഞ്ഞേ, ഇതെല്ലാം വിഗ്രഹമാണെന്നും എടുത്തുകൊണ്ടുപോകാനും പറഞ്ഞതുപോലെ കർത്താവ് കത്തോലിക്ക സഭയോട് പറയുകയാണ്, സഭയെ സൂക്ഷിച്ചോ, ഇതാ നിനക്ക് കഷ്ടം. കർത്താവ് പറയാണ്, കർത്താവ് വിളിച്ചിരുന്നു, ദുരിതം നിനക്ക് ദുരിതം. വരാനിരിക്കുന്നത് വലിയ ദുരിതമാണ് പ്രിയ സഹോദരൻ. വരാനിരിക്കുന്നത് വലിയ ദുരിതമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ സ്നേഹബുദ്ധിയാണ് നിങ്ങളോട് പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ധാരാളം ഡാൻസുകൾ ഇറങ്ങുകയാണ്. സ്റ്റേജ് പ്രോഗ്രാമിന് കന്യാസ്ത്രീകൾ, അച്ഛന്മാർ ഇങ്ങനെ ഓരോ പാട്ടുമുണ്ടാക്കി ഇറങ്ങുകയാണ്. ഒന്നിൻ്റെ മാറിടത്തിൽ ഒരു ഷാള് പോലും ഇടാതെ സ്ത്രീകളെ പ്രദർശിപ്പിക്കുന്നു. അതിന് സപ്പോർട്ടടിക്കുന്ന അച്ഛന്മാരും. ലജ്ജാകരമാണ്. പഠിച്ചോ അച്ഛന്മാരെ, നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ തലയിൽ നിങ്ങൾ തന്നെ തീ കോരിയിടുന്ന അവസ്ഥയാണിത്. വലിയ ദുരന്തം കേരളത്തിൽ വരുന്നു. വലിയ ദുരിതങ്ങൾ കേരളത്തിന് സഭയ്ക്ക് വരാനിരിക്കുന്ന അടികൾ, സഭയ്ക്ക് കാണിരിക്കുന്ന പീഡനങ്ങൾ, പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നുമായിട്ടില്ല. കോപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് ഓർത്തോ. അതുകൊണ്ട് കർത്താവിനെ പറയാണ്, ദുരിതം നിനക്ക് വരാൻ. അതുകൊണ്ട് സ്നേഹബുദ്ധിയെ ഞാൻ പറയുകയാണ്, ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വൈദ്യുതി പോകരുത്. ഡാൻസുകളെയും പരിപാടിക്കാരെല്ലാം അവസാനിപ്പിക്കുക. ഒരു ഡാൻസും ഒരു പരിപാടികളും ക്രിസ്ത്യാനികളിൻ്റെ സ്റ്റേജുകളിൽ പരിപാടി ചെയ്യാൻ പാടില്ല. അതൊക്കെ അവസാനിപ്പിക്കാൻ സമയം 2027 ആഗോള യുദ്ധത്തിൻ്റെ തുടക്കമാണ്. അറിയത്തില്ലെങ്കിൽ ചോദിക്കപ്പെടപ്പെട്ട അറിയാവുന്നവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞുതരാം. കത്തോലിക്ക സഭയ്ക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാം. കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാം. ഈ വചനം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അവർ പഠിപ്പിക്കില്ല, അവർക്ക് അറിയത്തുമില്ല, അവർക്ക് പഠിപ്പിക്കുകയില്ല. പക്ഷേ ഈ ജനത്തെ ചതിക്കുന്ന ഈ സഭയുടെ ഈ പോക്ക്, ഇത് ചതിയൻ സഭയായിട്ട് മാറും. അത് സൂക്ഷിച്ചോ. നമ്മൾ ക്രിസ്ത്യാനികൾ സൂക്ഷിച്ചോണം. ക്രിസ്ത്യാനി ജനങ്ങൾക്ക് വേണം വിവരം. അവർ കാണിക്കുന്ന എല്ലാ കൂത്തിനൊപ്പം തുള്ളരുത്, അതിന് പിന്നാലെ പോകരുത്. കാരണം കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ വാള് നമ്മുടെ നേരെ ചൈനയിലും പാകിസ്ഥാനിലും ആണവ ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ തിരിച്ചു വെച്ചുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ രാഷ്ട്രങ്ങളും ആണവ ആയുധങ്ങൾ ഓരോ രാഷ്ട്രത്തിൻ്റെ നേരെ തിരിച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് പോകുന്നത്. ഒരെണ്ണം പൊന്തിയാൽ 1000 എണ്ണം പൊങ്ങും. ഒരു അണുവായുധം ഭൂമിയിൽ വീണാൽ 1000 എണ്ണം വീഴും. 1000 അത് 2000-ലേക്ക് മാറും. ഭൂമി നശിക്കാൻ ഏതാനും വർഷങ്ങൾ കൂടി മാത്രം. അവിടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി ഇത്തരം മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ പാതിയുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി പൗലോസ് പറഞ്ഞ നിൻ്റെ ഹൃദയ വിശുദ്ധീകരണമാണ് ഞാൻ അഭിലഷിക്കുന്നത്.
ഹൃദയവിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കണം. മൊബൈൽ ഫോണിൽ കൂടെയും ടെലിവിഷനിൽ കൂടെയും ഇത്തരം പരിപാടികൾ കാണരുത്, നോക്കരുത്, പോകരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി മുന്നറിയിപ്പോഴും ഞാൻ പറയുകയാണ്, ഈ ഉന്നത മണ്ഡപങ്ങൾ എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം 25-ാം ദിനത്തിൽ ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പരസ്യ ബോർഡുകൾ, സിനിമ തിയേറ്ററുകൾ, അതുപോലെ തന്നെ ഇത്തരം മൊബൈലിൻ്റെ യൂട്യൂബുകളുടെ ഉന്നത മണ്ഡപങ്ങൾ ഒക്കെ കാണുന്ന പരിപാടികൾ നമുക്കുള്ളതല്ലത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ളതല്ല. അത് ക്രിസ്ത്യാനികളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അത് കാണരുത്, നോക്കരുത്, പോകരുത്, ഉപയോഗിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ കണക്കുണ്ട്. 50 പൈസയുടെ ക്ലാസ് നിങ്ങൾ കേട്ടോണം. 50 പൈസയ്ക്ക് ഇതിനു വേണ്ടി, മൊബൈൽ ഫോണിന് വേണ്ടി, ടെലിവിഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 240-260 രൂപ മാസം ഇട്ടുകൊടുക്കുന്ന പൈസ, അത് കത്തോലിക്ക സഭയിലെ അനാഥരെയും ദരിദ്രരെയും വിധവകളുടെയും ക്ലേശിക്കുന്നവരുടെ അടുത്തേക്കല്ല പോകുന്നത്. അതെങ്ങോട്ട് പോകുന്നത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അതിനൊക്കെ കണക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവസാന ചില്ലിക്കാശും കൊടുത്തു വിടുന്നവരെ സത്യമായി നീ ഇവിടെ പുറത്തു വരികയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ഓർമ്മിച്ചോണം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നിർത്തി കർത്താവിൻ്റെ സുവിശേഷ ശുശ്രൂഷയിൽ ഓരോ വ്യക്തിയും വ്യാപരിക്കേണ്ട സമയമാണ്. എൻ്റെ ഇന്ദ്രിയങ്ങളെ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും പറിച്ചെടുക്കാതെ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തോട് ചേർത്ത് വെച്ച് തിരുവചനത്തിൽ നിന്ന് കിട്ടുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ കിട്ടുന്ന ആ വ്യാഖ്യാന അർത്ഥങ്ങളും ആ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ടുള്ളൊരു മുന്നോട്ട് പോക്ക് അത് അത്യാവശ്യമാണ്. അത് തുടങ്ങുകയും ആരംഭിക്കുകയും ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ആരും അത് ചെയ്യുന്നില്ല. ഇന്നത്തെ വിവാഹങ്ങളും ഇന്നത്തെ കതിർമണ്ഡപങ്ങളും ഇന്നത്തെ ചിന്തകളും എല്ലാം എന്താണ്? ഈ എസെക്കിയേൽ 15-ാം അധ്യായം 16-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ പറഞ്ഞതുപോലെ പ്രദർശനമാണ്. എല്ലാം പ്രദർശിപ്പിക്കുകയാണ്. ചെണ്ടമേള പ്രദർശനങ്ങൾ, ഡാൻസ് പ്രദർശനങ്ങൾ, പ്രദർശനങ്ങൾ എല്ലാം പ്രദർശനം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അന്ത്യമാണ്, യുഗാന്ത്യമാണ്, അവസാനിക്കുകയാണ്. സഭയുടെ ഐക്യവും സഭയുടെ വിശുദ്ധിയും നഷ്ടപ്പെട്ട് കഴിഞ്ഞതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അതിനാൽ ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് ഞാൻ പറയുന്നു, ഇത് മുന്നറിയിപ്പോടെ സംസാരിക്കുന്നത് കേരള സഭയിൽ ആരുമില്ല. ഈ മെത്രാന്മാരുടെ അച്ഛന്മാരോടും ഈ കന്യാസ്ത്രീകളോടും ഇതുപോലെ ഓപ്പണായിട്ട് തുറന്നു പറയാൻ ധൈര്യമുള്ളതും അറിവുള്ളതുമായ മനുഷ്യൻ കേരള സഭയിൽ ഇന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ശക്തമായി ഇത്തരം സന്ദേശങ്ങൾ കേൾക്കാതെ പോകുന്നു, മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ വരവ് അടുത്തെത്തി. 2027 ആഗോള യുദ്ധത്തിനായിട്ട് ഒരുങ്ങിക്കോ. 29 എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ്. ഭക്ഷണമോ വെള്ളമോ ദാഹജലമോ ഒന്നും കിട്ടാതെ ലോകത്തെ മനുഷ്യൻ അലയും. അത് അഗാധമായ ദുഃഖവും അഗാധമായ മരണങ്ങളും, മരണത്തിൽ ഓരോ മനുഷ്യനും ഒരു വീട്ടിൽ ഒരു മനുഷ്യൻ വെച്ചെങ്കിലും മരിക്കാത്ത ഭവനമുണ്ടാകില്ല. മരണത്തിൻ്റെ മുഖം നമ്മൾ ശരിക്ക് കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. മരണത്തിനൊരു ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാണ്. ജോയൽ 1:16 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമില്ലാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക. കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ വാർത്തകൾ മാത്രം നിങ്ങൾ അത്യാവശ്യം ശ്രമിക്കുക. ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തിലെ വാർത്തകൾ മാത്രം ശ്രമിക്കുക. ഹോർമോസ് കടലെടുക്കുക എന്ന് പറയുന്ന ആ കടലിൽ കൂടെ കപ്പലുകൾ കയറിപ്പോയി എണ്ണ എടുത്തുകൊണ്ട് തിരിച്ചു വന്നിട്ടാണ് ഓരോ ലോകത്തിലെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ യുദ്ധമുഖം തുറന്നാൽ അവിടെ എന്നേക്കുമായിട്ട് കപ്പലിൻ്റെ കയറ്റവും ഇറക്കവും നിന്നുപോകും. അപ്പോൾ പെട്രോൾ ഡീസൽ ഭൂമിയിൽ വരാതിരുന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പെട്രോൾ ഭൂമിയിൽ അപ്രത്യക്ഷമാവുകയും അതോടൊപ്പം ഈ വാഹനം ഓടാതിരുന്നാൽ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ വരും? മാർക്കറ്റുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ജോയൽ പറയുന്ന പുസ്തകം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കാനിരിക്കുന്ന കാലമാണ്, സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ദുരന്തത്തിൽ പെട്ട് നട്ടം തിരിഞ്ഞ് പട്ടിണി കിടന്ന് പട്ടി ചാകുന്ന പോലെ ചാകാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് നിത്യജീവൻ എന്ന പരമസത്യം, എവർ ലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവിതം പരമമായ സത്യം. കാരണം ചന്ദ്രനും ഭൂമിയും സൂര്യനും അപ്രത്യക്ഷമാകുന്ന വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആണവ സ്ഫോടനത്തോടെ അല്ലാതെ സംഭവിക്കുകയില്ല. അപ്പോൾ ആണവ സ്ഫോടനം ഭൂമിയിൽ സംഭവിച്ചാൽ ഇത് നിശ്ചയം ഈ ഭക്ഷണം ഇല്ലാതെയാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇന്നലെ നാളെ ഉടൻ നമ്മുടെ കൺമുമ്പിലെത്തും. അതുകൊണ്ട് സഭാനയുടെ പുസ്തകത്തിൽ കർത്താവാണ്, ഇതാ കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു. കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു. സഫാനയുടെ പുസ്തകം അതിൻ്റെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ല. കർത്താവ് അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കൃത്യസമയത്ത് നമ്മുടെ മുമ്പിലെത്തും. ആ സമയത്ത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകണമോ ഈ നിത്യപാതാളത്തിൽ അന്തി ഉറങ്ങണമോ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനിക്കും. ഈ വചനം ശ്രവിക്കുമ്പോൾ നീ രൂപാന്തരപ്പെട്ടു. ഇല്ലെങ്കിൽ നിന്നെ രൂപാന്തരപ്പെടുത്താൻ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയും ഒരു സഭയും ഒരു വൈദ്യരും നിന്നെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കാൻ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇത് ശക്തമായ ഭാഷയിൽ പറയുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ യേശുനാഥൻ നമ്മെ എല്ലാവരെയും ഇതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം ശ്രവിച്ചുകൊണ്ട് ഈ വചനം എടുത്തു വെച്ച് വായിക്കണം നിങ്ങൾ. വെളിപാടിന് ഞാൻ എല്ലാ വചനം പറഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് ഈ ക്ലാസ്സിലിടുന്നത്. അത് എസെക്കിയേൽ പ്രവചനം 16-ാം അധ്യായം 25-ാം തിരുവചനം,
വെളിപാട് 18:16, വെളിപാട് 18:5, ജോയൽ 1:16. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ നമ്മുടെ സ്വന്തമായൊരു അഭിപ്രായത്തിൽ പറയല്ല. ദൈവത്തിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, അൽ അക്സ പള്ളിയുടെ മുകളിൽ കൂടെ മിസൈലിൽ പാഞ്ഞു പോയിട്ടും ഒരു മിസൈൽ പോലും അൽ അക്സ പള്ളിയുടെ മുകളിൽ വീഴാതെ ഇസ്രായേൽ ശ്രദ്ധിച്ചു. കാരണം പെട്ടെന്ന് യുദ്ധം, അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇളകുകയും അവിടെ വലിയ ആഗോള യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് അതിനെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ അതിനെ ഇസ്രായേൽ ജനം തന്നെ പിഴുതെടുക്കുന്നൊരു സമയം വരുന്നുണ്ട്. അതെടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ ജെറുസലേം ദേവാലയം പണിയുന്ന ഒരു സാഹചര്യം 2027 ഉണ്ടാകും. അപ്പോൾ അത് ആഗോള യുദ്ധത്തിലേക്ക് അതിൻ്റെ കാരണങ്ങൾ മുൻ വീഡിയോയിൽ കിടപ്പുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇതെല്ലാം ധാരാളം ജനലക്ഷങ്ങളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മാത്രം കേട്ടിട്ട് അടച്ചു വെക്കരുത്. സുവിശേഷത്തിൻ്റെ അങ്ങേയറ്റത്തെ മർമ്മ മൂല്യങ്ങളുള്ള അതിപ്രധാനമായ നിർണായക മൂല്യങ്ങളെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളൊന്നും നിങ്ങളോട് പറയാൻ ആരും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഇത് 10,000ങ്ങളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഒരുങ്ങണം. അങ്ങനെ സുവിശേഷത്തിൽ, കർത്താവിൻ്റെ സുവിശേഷത്തിൽ പങ്കാളികളായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ സംരക്ഷിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം സംരക്ഷിക്കപ്പെടും. നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കപ്പെടും. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംരക്ഷണവും ദൈവിക സംരക്ഷണം കിട്ടുകയില്ല. കാരണം ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ഭൂമിയിൽ ആരെയും നോക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. എല്ലാവരും വേദനയിലും പട്ടിണിയിലും ആകുലതയിലും ഉത്കണ്ഠകളിലും തകർച്ചകളിലും പ്രശ്നങ്ങളിലും ദുഃഖദുരിതങ്ങളിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ആരും തിരിഞ്ഞു നോക്കാതെ എല്ലാവരും സ്വന്തം കാര്യത്തിലേക്ക് ഓടിയകലുമ്പോൾ നമ്മൾ വേദനിക്കുന്നതിൻ്റെ വേദനയുടെ ആഴം നമുക്കിപ്പോൾ വർണ്ണിക്കാൻ സാധ്യമാണ് പ്രിയപ്പെട്ടവരെ. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങിക്കൊണ്ട് വിശ്വാസം വിശുദ്ധിയും വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി യാചിക്കാം, പ്രാർത്ഥിക്കാം. അതിനെ നമ്മെ എല്ലാവരെയും സർവ്വശക്തനായ ദൈവം യേശുനാഥൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.